എമർജൻസി ഫണ്ട് കയ്യിൽ ഉണ്ടാകണമെന്ന് നമ്മളോട് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോഴുള്ള ചിലവ് പോലും താങ്ങാൻ വയ്യ, പിന്നെ എങ്ങനെ ഫണ്ട് മാറ്റിവെക്കും എന്നോർത്ത് പലരും ഇതിന് വലിയ വില കൊടുക്കാറില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു സമയത്ത് ഈ തുക അത്യാവശ്യമായി വന്നേക്കും. അതിനായി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടാലോ, വലിയൊരു ആശുപത്രി ചെലവ് വന്നാലോ, വാഹനം പണിമുടക്കിയാലോ ഒക്കെ സാമ്പത്തികമായി സുരക്ഷിതരാകാൻ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. എമർജൻസി ഫണ്ട് കൊണ്ട് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും. ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ പേടിക്കേണ്ടതില്ല. മാത്രമല്ല, അനാവശ്യ കടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. ലോണോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കേണ്ടി വരില്ല. ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറാതെ തന്നെ നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. എത്ര പണം സേവ് ചെയ്യണം എന്നതാണ് ആദ്യം കണക്ക് കൂട്ടേണ്ടത്. നിങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്ക് മതിയായ പണം സേവ് ചെയ്യണം. ഏകദേശം 3 മുതൽ 6 മാസത്തേക്കുള്ള ചിലവുകൾ ഇതിലുണ്ടായിരിക്കണം. വാടക, പലചരക്ക് സാധനങ്ങൾ, യൂട്ടിലിറ്റി ബില്ലുകൾ, EMI, സ്കൂൾ ഫീസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ചെറിയ തുകയിൽ നിന്ന് തുടങ്ങുക. തുടക്കത്തിൽ 500 രൂപയോ 1000 രൂപയോ സേവ് ചെയ്യുന്നത് നല്ലതാണ്. വേഗത്തിൽ കൂടുതൽ പണം ഇടുന്നതിനേക്കാൾ സ്ഥിരമായി സേവ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ആദ്യം നിങ്ങളുടെ ഒരു മാസത്തെ അത്യാവശ്യ ചെലവുകൾ കണക്കാക്കുക. നിർബന്ധമായും വേണ്ട ചിലവുകൾ എഴുതി വെക്കുക. അപ്പോൾ എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അറിയാൻ സാധിക്കും. ഒരു പുതിയ അക്കൗണ്ട് തുറക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. പണം പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്ന ഒരു ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നതാണ് നല്ലത്. പക്ഷെ അത് നിങ്ങളുടെ സാധാരണ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്നുമുള്ള തുക മാറ്റിവെച്ച ഒരു അക്കൗണ്ട് ആയിരിക്കണം. ഒരു ലക്ഷ്യം വെച്ചായിരിക്കണം സേവ് ചെയ്യേണ്ടത്. ഓരോ മാസവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് എത്ര പണം സേവ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുക. ഈ അക്കൗണ്ട് ഓട്ടോമേറ്റ് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ ഉടൻ തന്നെ ഒരു നിശ്ചിത തുക എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കാൻ ഓട്ടോ ട്രാൻസ്ഫർ സെറ്റ് ചെയ്യുക. എല്ലാ ചെലവും കഴിഞ്ഞ് മാറ്റിവെക്കാമെന്ന് കരുതിയാൽ ചിലപ്പോൾ ആവശ്യത്തിനുള്ള തുക ഉണ്ടാകണമെന്നില്ല. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് മാസം 50,000 രൂപ വരുമാനമുണ്ടെന്നും 20,000 രൂപയാണ് നിങ്ങളുടെ ചെലവുകളെന്നും കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ ഉണ്ടായിരിക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എമർജൻസി ഫണ്ടുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് ലോങ് ടൈം എമർജൻസി ഫണ്ട്, മറ്റൊന്ന് ഷോർട്ട് ടൈം എമർജൻസി ഫണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോങ് ടൈം എമർജൻസി ഫണ്ട് വലിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ്. ജോലി നഷ്ടപ്പെടുക, ഗുരുതരമായ അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഫണ്ട് ഉപയോഗിക്കാം. ഇത് വലിയൊരു തുകയായിരിക്കണം. മാസങ്ങളോളമോ 1 വർഷം വരെയോ വരുമാനമില്ലാതെ ജീവിക്കാൻ ഇത് സഹായിക്കും. വരുമാനം നിലച്ചാലും കുറച്ചുനാൾ ടെൻഷനില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു സുരക്ഷാ ഫണ്ടാണിത്. ഷോർട്ട് ടൈം എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ചെറിയ എമർജൻസി ഫണ്ടാണ്. പെട്ടെന്നുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, കാർ കേടായാൽ നന്നാക്കാൻ, പെട്ടെന്നുള്ള ചെറിയ ചികിത്സകൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നാലൊക്കെ ഈ ഫണ്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ സാധാരണ ബജറ്റിനെ ബാധിക്കാതെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ സഹായിക്കും. ഈ 2 ഫണ്ടുകളും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നവയാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ 2 എമർജൻസി ഫണ്ടുകളും ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഷോർട്ട് ടൈം എമർജൻസി ഫണ്ടെങ്കിലും കയ്യിൽ കരുതണം. ബോണസുകളും മറ്റു വരുമാനങ്ങളും ഇതിലേക്ക് ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് റീഫണ്ട്, ബോണസുകൾ, സമ്മാനങ്ങൾ എന്നിവയെല്ലാം എമർജൻസി ഫണ്ടിലേക്ക് മാറ്റുക. ഇത് വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും. സാധാരണ ചിലവുകൾക്ക് ഈ പണം ഉപയോഗിക്കരുത് എന്നത് എപ്പോഴും ഓർക്കണം. അസുഖം, ജോലി നഷ്ടപ്പെടൽ, അപ്രതീക്ഷിത സാഹചര്യങ്ങൾ തുടങ്ങിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഈ പണം ഉപയോഗിക്കുക. അല്ലാതെ ഷോപ്പിങ്ങിനോ അവധിക്കാല യാത്രകൾക്കോ ഉപയോഗിക്കരുത്. എമർജൻസി ഫണ്ട് എങ്ങനെ സംരക്ഷിക്കാമെന്ന് കൂടി നോക്കാം. വർഷത്തിൽ 2 തവണ നിങ്ങളുടെ ഫണ്ട് പരിശോധിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെലവുകൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. റിസ്ക് ഉള്ള കാര്യങ്ങളിൽ നിക്ഷേപം നടത്താതെ പണം സുരക്ഷിതമാക്കി വെക്കണം. എപ്പോൾ വേണമെങ്കിലും ഈ പണം നമുക്ക് എടുക്കാൻ സാധിക്കണം. ഓഹരികളിലോ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്താതിരിക്കുന്നതാണ് നല്ലത്. എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അനാവശ്യമായി ചിലവഴിക്കാൻ തോന്നരുത്. ഓരോ മാസത്തെയും വരുമാനത്തിൽ നിന്ന് കണ്ടെത്തുന്ന മറ്റൊരു തുക മ്യൂച്വൽ ഫണ്ടിലേക്കോ ഓഹരി നിക്ഷേപത്തിലേക്കോ എടുക്കുന്നതിൽ തെറ്റില്ല. പറ്റിയാൽ ഇന്ന് തന്നെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങുക. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ സുരക്ഷ ഉറപ്പാക്കാനാകും. എന്തൊക്കെ സംഭവിച്ചാലും നേരിടാൻ തയ്യാറാണെന്ന ബോധ്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.